എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് മാത്സിൻ്റെ 5ാമത്തെ യൂണിറ്റായ ദശാംശ രൂപങ്ങൾ ആ പാഠഭാഗത്തെ കണക്കുകളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദശാംശ സ്ഥാനം, ആ ദശാംശ സ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ, സെൻറ്റിമീറ്ററിന് എഴുതണതാണ് CM എന്ന്, മില്ലിമീറ്ററിന് നമ്മൾ ഷോർട്ടായിട്ട് എഴുതാണ് MM എന്ന്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ, അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഭിന്നസംഖ്യയായിട്ട് 5 7/10 സെൻറ്റിമീറ്റർ. ഇനി ദശാംശ സംഖ്യയിലേക്ക് കിടക്കുമ്പോഴെങ്ങനെ എഴുതാം? 5 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടതിന് ശേഷം 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് എങ്ങനെ കണക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 5 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിന് CM എന്നെഴുതുന്നത്, 7 മില്ലിമീറ്റർ MM കേട്ടോ. അതിനെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് എഴുതാം. 5 7/10 ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ 10ൽ 1 7 കേട്ടോ. അതിനെ നമുക്ക് ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതാൻ നോക്കാം. 5 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇടാം, ഒരു കുത്തിടാം, കഴിഞ്ഞിട്ട് 7 എന്ന് എഴുതാം. അപ്പോൾ 5.7 എന്നാണ് ഈ ദശാംശ രൂപത്തിൽ വരുന്നത്. ഇനി അടുത്തത്, ഇത് മില്ലിമീറ്ററിൻ്റെ കണക്കാണ്. സെൻറ്റിമീറ്ററിന് CM എന്നതും മില്ലിമീറ്ററിന് MM എന്നതും. 5 7/10 എന്ന് എഴുതിയിട്ട് ദശാംശ രൂപത്തിലാക്കുമ്പോൾ 5 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് 7 എഴുതുന്നു. ഇനി അടുത്തത് ലിറ്ററിൽ 5 7/10 സമം, അതിന് ലിറ്ററിൽ എഴുതാനാണ്. ലിറ്ററിൽ എഴുതുമ്പോൾ 5 ഒരു കുത്തിട്ടിട്ട് 7 എഴുതുന്നു, എഴുതിയിട്ട് ലിറ്ററിന് എഴുതാം. ഇനി അടുത്തത് വെയിറ്റ്, കിലോഗ്രാമിനാണ് കേട്ടോ. 5 7/10 കിലോഗ്രാമിന് എന്നാണ് kg സമം 5 പോയിൻ്റ് കുത്തിട്ടിട്ട് 7 എഴുതുക, കിലോഗ്രാം എഴുതാം. ഇന്ന് നോക്കിയേ, 323 കുത്തിട്ടിട്ട് 1 4. ഈ കുത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എഴുതുന്നതിന് നമ്മൾ പൂർണ്ണസംഖ്യ നമ്മൾ പറയില്ല, കൂട്ടി വായിക്കില്ല. പോയിൻ്റ് കണ്ടിട്ട് എഴുതുമ്പോൾ 1 4 എന്ന് വായിക്കും. ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് വായിക്കാം. 323 കുത്ത് കഴിഞ്ഞാൽ 1 4 എന്ന് വേണം വായിക്കാനായിട്ട്. ഇത് ഒന്നുകൾ, ഇത് 10കൾ, ഇനി ഇത് 100കൾ. നമ്മൾ പറയില്ലേ 1 10 100 അങ്ങനെ. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതിനെയാണ് പറയുക 10ൽ 1കൾ, 10ൽ 1കൾ. ഇനി ഇത് 100ൽ 1കൾ. ഇനി ഇവിടെ ഒരു സംഖ്യ ഇവിടെ എഴുതാന്ന് വെച്ചാൽ അത് 1000ൽ 1കൾ. അങ്ങനെ വേണം പറയാനായിട്ട്. ഈ പോയിൻ്റ് കഴിഞ്ഞാൽ കൂട്ടി വായിക്കില്ല, 1 4 7 എന്ന് വേണം പറയാനായിട്ട്. ഇനി 4 29/100 എന്ന സംഖ്യയുടെ ദശാംശ രൂപമാണ് എന്താ, എങ്ങനെ എഴുതാ? 4 ഒരു കുത്തിട്ടിട്ട് 2 9. ഈ 4 29/100 എന്നുള്ള ഭിന്നസംഖ്യയുടെ ദശാംശ രൂപമാണ് 4 ഒരു കുത്തിട 2 9. ഇവിടെ താഴെ 100 അല്ലേ, അപ്പോൾ നോക്കിയാൽ 10ൽ 1കൾ 100ൽ 1കൾ. ഇനി അടുത്തത്, ഇനി 247 സമം. ആദ്യം എണ്ണൽ സംഖ്യകൾ എഴുതുന്നത് 1കളും 10കളും 100കളും ഉപയോഗിച്ചാണ്. അപ്പോൾ അത് 247 എങ്ങനെ എഴുതാം? 2 100കൾ പ്ലസ് 4 10കൾ, പിന്നെ പ്ലസ് ഇട്ടിട്ട് 7 100, 7 1കൾ പ്ലസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. പ്ലസ് ഇല്ല. ഇനി 247, അപ്പോൾ 2 100 4 10 7 1കൾ ഇങ്ങനെ എഴുതാം. ഇനി അടുത്തത് 247
കുത്തിട്ടിട്ട് എഴുതാം 3. ഈ സംഖ്യേനെ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പം ആദ്യം പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയായിട്ട് പിരിച്ചെഴുതണം. അപ്പോൾ 247 ഒരു കുത്തിട്ടിട്ട് 3 എഴുതാം. അപ്പോൾ അതിന് ആദ്യം പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയായിട്ട് പിരിച്ചെഴുതാനായിട്ട് 247 എഴുതാം. എന്നിട്ട് 3 ഉണ്ടല്ലേ, 3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യ 10 വരിക. അപ്പോൾ 10 എഴുതാം. സമം ഇവിടെ പ്ലസ് ഇട്ടല്ലേ, അപ്പോൾ നമുക്ക് എഴുതാം 247 പ്ലസ് 3/10. ഇനി 3/10 ഈ 3/10 നമുക്ക് എങ്ങനെ എഴുതാം? 3/10 തന്നുണ്ട്. 1/10 പ്ലസ് 1/10 പ്ലസ് 1/10. അപ്പോൾ എത്രയായി? 3 10 ഞാൻ ഇങ്ങനെ എഴുതാം 247 ഇത് കുത്തിട്ടിട്ട് 3 എഴുതാം. 247 ഒരു കുത്തിട്ട് 3 എഴുതാം. എന്നിട്ട് 2 നൂറുകളായിട്ട് എങ്ങനെ പിരിച്ചെഴുതാൻ? 2 നൂറുകൾ, 4 10കൾ, 7 1കൾ. പിന്നെ എന്താ എഴുതേണ്ടത്? പിന്നെ ഈ സംഖ്യേനെ എന്താ പറയുക? ഫസ്റ്റ് തന്നെ പറയാം 10 അപ്പോൾ 3 10. ഇനി 247 കുത്തിട്ടിട്ട് 3 9 എന്നതിനെങ്ങനെ പിരിച്ചെഴുതാം? അപ്പോൾ 247 ഒരു കുത്തിട്ടിട്ട് 3 9. അതിന് നമുക്ക് ആദ്യം ഭിന്നസംഖ്യ ആക്കണം. 247 എങ്ങനെയാണ്? 3 9 39. അപ്പോൾ രണ്ട് സംഖ്യ വരുമ്പോൾ 247 39 രണ്ട് സംഖ്യേൻ്റെ ഇപ്പോൾ 10 100 വരും. അപ്പോൾ താഴെ എഴുതേണ്ടത് 100 എഴുതണം. എന്നിട്ട് സമട്ടിട്ട് 247 പ്ലസ് 39/100. അപ്പോൾ ഇതായിട്ടുണ്ട്. അടുത്തത് ഈ 39/100 എങ്ങനെ നമുക്ക് അതിന് വേറെ രീതിയിൽ എഴുതാം? 3 എന്ന് പറയുന്നത് 10 9 എന്ന് പറയുന്നത് 100 അപ്പോൾ നമുക്ക് ഡിവൈഡ് ഇതാക്കാം, പിന്നെ സംഖ്യയിൽ എഴുതാം. അപ്പോൾ 30 പ്ലസ് 9/100. ഇനി ഇവിടെ സമട്ടിട്ട് 30 എഴുതാം. 30/100. 9 നമ്മൾ ഇപ്പുറത്ത് എഴുതി. 9/100 സമം. ഇനി നമ്മൾ ഈ 3 ചെറുതാക്കുകയാണ്. അപ്പോൾ 3 എഴുതുമ്പോൾ താഴെ എത്ര വരിക? 3 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിലുള്ളൂ. അപ്പോൾ 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ ഏതാ വരേണ്ടത്? 10 വരും. പ്ലസ് 9/100. അപ്പോൾ 3/10 എന്നത് 3 10. മൂന്ന് 10 3/10 എന്നത് 3 10. അപ്പോൾ 9/100 എന്നത് എന്താ? 9 100. ഇനി നമുക്കതിനെ നൂറുകളായിട്ട് എഴുതാം. 247 പോയിൻ്റ് കുത്തിട്ടിട്ട് 3 9. അതിന് നമുക്ക് നൂറുകളായിട്ട് എഴുതാം. അപ്പോൾ 2 നൂറുകൾ പ്ലസ് 4 10കൾ
പ്ലസ് ഇട്ടിട്ട് 7 നൂറുകൾ ഒന്നുകൾ പ്ലസ് ഇട്ടിട്ട് എന്താ 3 10 പ്ലസ് ഇട്ടിട്ട് സ്ഥലത്തിൽ തന്നെ എഴുതിട്ടോ 9 100 ഇങ്ങനെ എഴുതാം. നമ്മൾ മുകളിൽ ഇപ്പോൾ എഴുതില്ലേ, ഈ സംഖ്യകളെ ഇങ്ങനെ നമുക്ക് സ്ഥാനവില അനുസരിച്ചിട്ട് ഇങ്ങനെ പിരിച്ചെഴുതാം. ഇപ്പം ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് 100 10 1 അവിടെ ഇങ്ങനെ വരേണ്ടത് 1 10 100 ഇവിടെ നിന്ന് വലത്തോട്ട്. അപ്പോൾ 10 1 100 അപ്പോൾ നോക്കിയേ, ഈ പോയിൻ്റ് കുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് 1, ഇത് 10, ഇത് 100. ഇങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ട് പോകുമ്പോൾ പോയിൻ്റ് വലത്തോട്ട് പോകുമ്പോൾ ആദ്യത്തത് 10 ഇവിടെ നോക്കിയേ 10 അതിന് 100. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ബോക്സ്. നോക്കിയേ 1 10 100. ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരുന്ന സംഖ്യയാണത് 10 1 100. അപ്പോൾ 247 കുത്തിട്ടിട്ടുള്ള 3 പോയിൻ്റ് ഇട്ടുള്ള 3 എങ്ങനെ എഴുതാം? 100ൻ്റെ ഇതിൽ വരുന്നത് ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം നമുക്ക്. നോക്കിയേ 7 ഇവിടെ കുത്ത് വരുന്നത്, കുത്തിന് ശേഷമുള്ളത് ഇങ്ങോട്ട് നോക്കിയേ ഉണ്ടാ 2 100 10ൻ്റെ 4 വരുന്നത്, 1ൻ്റെ 7. ഇനി പോയിൻ്റ് ഉള്ള സംഭവമാണ് വരുന്നത്. 10 അവിടെ സ്ഥാനത്ത് എന്താ 3 100 ഇല്ല അല്ലേ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 കുത്ത് കഴിഞ്ഞിട്ട് 1 ഒരു സംഖ്യയിലുള്ളൂ. ഇവിടെ എഴുതാം 100 2 എഴുതാം, 4 എഴുതാം, 7. ഇനി കുത്ത് കഴിഞ്ഞിട്ട് അത് 10 3 10 9 100 അങ്ങനെ എഴുതി കൊടുത്ത് ഈ ബോക്സ് സ്ഥാനവില അനുസരിച്ചിട്ട് പിരിച്ചെഴുതാം. പിന്നെ കുറച്ച് സ്ഥാനവില അനുസരിച്ച് പട്ടികപ്പെടുത്താം. അപ്പോൾ 100 1 എന്ന് വെച്ചാൽ 100 10 1 ഇത് 1/10. അപ്പോൾ 10 1 1/100, 100 1 1/1000, 1000 1. ഇനി നമുക്ക് നോക്കാം സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. 4.5 4 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടിട്ട് 5. ഇതിനെങ്ങനെ സ്ഥാനവില അനുസരിച്ച് എഴുതാം, പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇതിൽ പൂർണ്ണമായിട്ടുള്ളത് ഒരു സംഖ്യയാണ്. അപ്പോൾ 4, അപ്പോൾ 1ൻ്റെ സ്ഥാനത്തല്ല 4 വരുന്നത്, അപ്പോൾ 4 ഇവിടെ എഴുതാം. ഇനി പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് 5, അപ്പോൾ 5 എങ്ങനെ എഴുതേണ്ടത്? 1/10 5 എഴുതാം. പട്ടികയിൽ എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 4.57 അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സംഖ്യ എഴുതണം 4. അത് 4 വരുന്നത് 1ൻ്റെ സ്ഥാനത്താണ്. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ 4 വരുന്നത്, ഇവിടെ അപ്പോൾ 1 ഇത് 10 100, അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 4 എഴുതാം. ഇനി പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് 5, അപ്പോൾ 5 10 1. പിന്നെ അടുത്ത സംഖ്യ 7 100 അപ്പം ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി അടുത്ത സംഖ്യ നമുക്ക് എഴുതാം. 4.572. ഇതെങ്ങനെ എഴുതാം? 4ൻ്റെ സ്ഥാനത്ത് ഇത് 1ൻ്റെ അവിടെയുള്ള 4 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് 1 ഇതിനെ പറയാം 1. പിന്നെ 10 100. അപ്പോൾ ആകെ ഒരു സംഖ്യ ഉള്ള കാരണം ഇത് 1. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 4 എഴുതാം. പിന്നെ എഴുതാം അടുത്ത സംഖ്യ 1/10ൻ്റെ അവിടെ എഴുതാം 5. പിന്നെ നോക്കിയേ അടുത്തത് 7, അപ്പോൾ 7ൻ്റെ അവിടെ എഴുതാം 100 7 100 1. പിന്നെ 2, അപ്പോൾ 2 1000 1. അടുത്തത് സംഖ്യ 4.45 പോയിൻ്റ് ഇട്ടിട്ട് 72 45 കഴിഞ്ഞിട്ട് കുത്തിട്ടിട്ട് 72. അതാണ് ദശാംശ സംഖ്യയായിട്ട് വരുന്നത്. ഇത് നമുക്ക് പിരിച്ചെഴുതുമ്പോൾ പൂർണ്ണസംഖ്യ ആയിട്ടുള്ള 45. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 4 എഴുതാം, 5ൻ്റെ സ്ഥാനത്ത് 10 5 എഴുതാം. സോറി, ഇതാണ് തെറ്റിപ്പോയി. 5 1ൻ്റെ സ്ഥാനത്ത് 5 എഴുതാം, 10ൻ്റെ 4 എഴുതാം, അപ്പോൾ 45. ഇനി അടുത്തത് കുത്ത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ എഴുതേണ്ടതാണ്. 10 1 7. പിന്നെ 2 1 100 1 എഴുതേണ്ടത് 2 2 100 1 എഴുതാം. ഇനി 4.457
2. ഇവിടെ ഇപ്പോൾ സംഖ്യകൾ കൂടി. അപ്പോൾ 1, 10, 100. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 7. 5 എഴുതേണ്ടത് 10ൻ്റെ സ്ഥാനത്ത്. കണ്ട 10ൻ്റെ സ്ഥാനത്ത് 5 എഴുതുക. ഇനി 4ൻ്റെ സ്ഥാനത്ത് ഏതാ വരുന്നത്? അപ്പോൾ 100ഇല്ലേ, 100ലാണ് 4. അപ്പോൾ 457. ഇനി ഇപ്പുറത്താണ് നമ്മളെ ദശാംശ സംഖ്യയായിട്ട് വരുന്നത്. ആകെ ഒരു ദശാംശ സംഖ്യ. അപ്പോൾ 2. അപ്പോൾ 2 എഴുതേണ്ടത് 10-1 ഇടുക. അപ്പോൾ 2 10-1 ഇടുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നേരത്തെ എഴുതിയാണ് ഈ പെൻസിൽ കൊണ്ട് എഴുതി. നേരത്തെ ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. 4.5ൻ്റെ. അപ്പോൾ 4, 5 ഇങ്ങനെ വേണം എഴുതാനായിട്ട്. 1, 10, 100. ഇനി 1000 വന്നാലും ഇവിടെ 1000 എഴുതാം. ഇനി ഇപ്പോഴത്തെ പോയിൻറ്റിന് ദശാംശ സംഖ്യ ആയിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ 1/10, 10-1കൾ, 1/100, 100-1കൾ, 1/1000, 1000-1കൾ. അപ്പോൾ 5 വരുന്നത് ഏതില്ല? 5 10-1കൾ, 7 100-1കൾ. ഇപ്പോൾ താഴത്തുള്ള ഈ സംഖ്യയിൽ 2 1000-1കൾ. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തെയും വേർതിരിച്ചു കാണിക്കാനാണ് അവയ്ക്കിടയിൽ ഒരു കുത്തിടുന്നത്. ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1ൻ്റെയും 10ൻ്റെയും 100ൻ്റെയും ഒക്കെ ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വലത്തോട്ടുള്ള അക്കങ്ങൾ 10-1ൻ്റെയും 100-1ൻ്റെയും 1000-1ൻ്റെയും ഒക്കെ ഗുണിതങ്ങളെയും. ഇങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എഴുതുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ചെയ്തൊക്കെ പഠിക്കുക മാത്സ്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.